മൂന്നാർ എക്കോ പോയിന്റിന് സമീപം കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട വിനോദസഞ്ചാര ബസിന്റെ സ്പീഡ് ഗവേണർ പ്രവർത്തനരഹിതമാക്കിയ നിലയിലായിരുന്നുവെന്ന് മോട്ടോർ വാഹന വകുപ്പ്. അപകടത്തിൽപ്പെട്ട ബസ് ഉയർത്തിയ ശേഷം മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതായി കണ്ടെത്താനായിട്ടില്ലെന്നും റോഡിന്റെ ദിശ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യമില്ലാതെ പോയതും വാഹനത്തിന്റെ വേഗതയും അപകടത്തിനിടയാക്കിയതായി കരുതേണ്ടി വരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു മൂന്നാർ എക്കോ പോയിന്റിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന വിനോദസഞ്ചാര ബസ് അപകടത്തിൽപ്പെട്ടത്. 3 വിദ്യാർത്ഥികൾക്ക് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. വാഹനത്തിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. ഈ നിഗമനം ശരിവയ്ക്കും വിധമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. ബസിന്റെ സ്പീഡ് ഗവേണർ പ്രവർത്തനരഹിതമാക്കിയ നിലയിലായിരുന്നുവെന്ന് വാഹനം പരിശോധിച്ച ശേഷം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതായി കണ്ടെത്താനായിട്ടില്ലെന്നും റോഡിന്റെ ദിശ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യമില്ലാതെ പോയതും വാഹനത്തിന്റെ വേഗത അപകടത്തിന് ഇടയാക്കിയതായി കരുതേണ്ടി വരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. മെക്കാനിക്കൽ പരമായിട്ട് വാഹനത്തിന് യാതൊരു തകരാറുമില്ല. ബ്രേക്ക് സിസ്റ്റം ആണെങ്കിലും കുഴപ്പമില്ല, എഫിഷ്യൻ്റ് ആണ്. ടയേഴ്സ് പരിശോധിച്ചു, ടയേഴ്സിൻ്റെ നിലവാരമൊക്കെ വളരെ തൃപ്തികരമായിട്ടുള്ളതാണ്. പിന്നെ അപകടത്തിൽ സംഭവിച്ച കാര്യങ്ങളാണുള്ളത്. സംഭവസ്ഥലം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഈ ദീർഘദൂര യാത്ര നടത്തി വന്ന ശേഷം ഈ റോഡിനെ കുറിച്ചോ അവിടുത്തെ പരിസ്ഥിതികളെ കുറിച്ചോ യാതൊരു ബോധ്യമില്ലാതെ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ളതാണ് അനുമാനം. ഇനി കൂടുതലായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ GPS സംവിധാനം 13/2 വരെ പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടു. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞപ്പം ഇത് ചാർജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടി പരിശോധിക്കപ്പെടേണ്ടതായിട്ടുള്ളത് മനസ്സിലാകുന്നുണ്ട്. കാരണം അത് ഏത് തരത്തിലൊക്കെ എന്തൊക്കെ അലർട്ട് ഇത് ഓവർ സ്പീഡിന് വന്നിട്ടുണ്ടോ, അതോ മറ്റേതെങ്കിലും തരത്തിൽ ഇയാൾ വയലേഷൻസ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ GPS-ൻ്റെ പരിശോധിച്ചാലേ പറ്റുള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ നിലവിൽ നോക്കുമ്പോൾ 13/2 വരെയുള്ള ഡാറ്റാസാണ് നമുക്ക് അവൈലബിൾ ആവുള്ളൂ. വാഹനത്തിന്റെ ഡ്രൈവറായ കന്യാകുമാരി സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ബസ് മറിഞ്ഞ് അപകടമുണ്ടായ പ്രദേശം അപകട സാധ്യത നിലനിൽക്കുന്ന പ്രദേശമാണെന്നും ഇവിടെ അപകട മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കണമെന്ന നിർദ്ദേശം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് റിപ്പോർട്ടായി കൈമാറുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി.